നിരീക്ഷിക്കുക എന്നത് കാണുക മാത്രമല്ല, കാണുമ്പോൾ കാണാൻ പഠിക്കുക. കണ്ണുകൾ, ശരീരഭാവം, നെടുവീർപ്പ് ഇവയെല്ലാം എന്തോ പറയുന്നു. രഹസ്യം രണ്ടാമത്തേത്, സഹാനുഭൂതിയോടെ കേൾക്കുക. ഇത് സാധാരണ കേൾവിയല്ല. ഇവിടെ ലക്ഷ്യം അവർ പറയുന്നത് മാത്രമല്ല, അവർ അനുഭവിക്കുന്നത് കേൾക്കുകയാണ്. ഒരാൾ തൻ്റെ ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഉടൻ പരിഹാരം പറയാൻ ശ്രമിക്കും. പക്ഷേ ചിലപ്പോൾ ആളുകൾക്ക് പരിഹാരമല്ല വേണ്ടത്, മനസ്സിലാക്കപ്പെടുകയാണ് വേണ്ടത്. സഹാനുഭൂതിയോടെ കേൾക്കുക എന്നത് വാക്കുകൾക്കിടയിലെ മൗനം കേൾക്കുക എന്നതുമാണ്. ഇന്ന് ഞാൻ അല്പം തളർന്നിരിക്കുന്നു എന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ അത് ശാരീരികമായല്ല, മാനസികമായ തളർച്ചയായേക്കാം. നിങ്ങളുടെ കണ്ണും മനസ്സും ഉപയോഗിച്ച് കേൾക്കുക. ഒരു നല്ല ശ്രോതാവായി തീരുമ്പോൾ ആളുകൾക്ക് വിശ്വാസത്തോടെ അവരുടെ മനസ്സ് തുറന്ന് പറയാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ മനസ്സ് വായിക്കലിൻ്റെ രഹസ്യം.